ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അല്ലു അർജുൻ്റെ, നമ്മുടെ പ്രിയങ്കരനായ തെലുങ്ക് സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ്റെ പുഷ്പ ദ റൂൾ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിൻ്റെ ട്രെയിലർ നമ്മൾ ഇന്നിവിടെ കാണുന്നതായിരിക്കും. അതിനു മുമ്പ് രണ്ട് വാക്കുകൾ പറയട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തത് നോർത്തിലാണ്, അതായത് പട്ന, ബീഹാറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പട്നയിൽ ഭയങ്കര ഫാൻ ബേസാണ് ഇപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അല്ലു അർജുൻ മിക്കവാറും ഈ പ്രാവശ്യം തരംഗമാവുമെന്ന്. ഇന്ത്യ ഒട്ടുക്കും ഒരു പാൻ ഇന്ത്യൻ അപ്പീലുള്ള മറ്റൊരു താരം അല്ലു അർജുനിൻ്റെ പുഷ്പ 2 ദ റൂൾ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ നമുക്കിവിടെ കാണാം. ആദ്യം ആന ചിഹ്നം വിളിക്കുന്നു, കാട്, ചന്ദനം മാഡം, ഒരു മന്ത്രി, കറപ്റ്റഡ് ആണ്. പുഷ്പഭായി എന്റെ അമ്മോ, വണ്ടി പറക്കുന്നു. ഫോറസ്റ്റിലാണ് പരിപാടിയൊക്കെ. ഇപ്രാവശ്യം വലിയ ആൾബലമൊക്കെ ഉണ്ട് കേട്ടോ. വജീറോ ഒമ്നിയൊക്കെ വിട്ടെടുക്കും ഒരേ കളി. पुष्पा सिर्फ एक नाम नहीं है, पुष्पा मतलब ब्रांड. ബ്രാൻഡാണ്, ബ്രാൻഡ്, പുഷ്പ ബ്രാൻഡ്. ഹെലികോപ്റ്റർ ഒമ്നി വിട്ട് ഹെലികോപ്റ്റർ പജീറോക്കെയാണ് കളി. എന്റെ പൊന്നോ, ഒരു ലോഡാണ് രക്തചന്ദനം. ശ്രീവല്ലി ഭാര്യ पूरी दुनिया को दिखाएगा. വെള്ളത്തിൽ വീണിരിക്കുന്നു. മുझे पहचानो पार्टी होगी पुष्पा, पार्टी अब होगी पार्टी. തൂക്കി അടിയൊക്കെ ഉണ്ടപ്പോ. ഇത് ഫഹദ് ഫാസിലല്ലേ മൊട്ട? जो मेरे हक का पैसा है वो 4 आना हो या 8 आना, ഇത് ഇന്റർനാഷണൽ കളിയാട്ടാ. वो 7वें आसमान पर हो. ഡോൺലി ഉണ്ടെന്ന് പറയണ്ടായിരുന്നു, അത് ശരിയാണോന്ന് അറിയില്ല. पुष्पा का उसूल करने का वसूल. ഭയങ്കര വലിയ കളിയാണ് മോനെ, ഭയങ്കര വലിയ കളിയാണ്. ഇത് KGF ലെവലിലുള്ളൊരു കളിയാണ്. पुष्पा को नेशनल खिलाड़ी समझे क्या? इंटरनेशनल है. കളി ഇന്റർനാഷണൽ ആണ്. കൊറിയക്കാരൊക്കെയാണ് അടിക്കാൻ വന്നേക്കണം. എന്റെ പൊന്നോ, फायर है तू, वाइल्ड फायर है. ഡിസംബർ 5 നമുക്ക് കാത്തിരിക്കാം. ഒരു രക്ഷയില്ല പോലെ, ഒരു രക്ഷയില്ല. ട്രെയിലർ കിടു 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 എന്ന് തന്നെ പറയാം. ഭയങ്കര ഗംഭീര പടം, ഒരു രക്ഷയില്ല. ട്രെയിലർ മറ്റേ എന്താ പറയുക, കങ്കുവ ട്രെയിലർ കണ്ടപ്പോൾ അത് ട്രെയിലർ അങ്ങനെയൊക്കെ ആയിരുന്നു പറയും. ഇത് പുഷ്പ, ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. വെറും തള്ളല്ല, ഇത് നല്ലൊരു ഇടിവെട്ട് പരിപാടിയാണ്. ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ സുകുമാറാണ്. ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച നമ്മുടെ ചിറുത്തൈ ശിവ പോലെയുള്ള ഡയറക്ടറല്ല, നല്ല ഇടിവെട്ട് ഡയറക്ടർ തന്നെയാണ്. ഒരുപാട് പടങ്ങൾ അതിൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ, സിനിമാറ്റോഗ്രാഫി ഉപയോഗിച്ചിരിക്കുന്നത് മിറോസ്ലവ് ക്യൂബ ബ്രോസെക്. അദ്ദേഹത്തിൻ്റെ ആ ആംഗിളുകൾ നമ്മൾ ഫസ്റ്റ് പുഷ്പയിലും നമ്മൾ കണ്ടതാണ്. ഒരു ഇന്ത്യൻ ഫിലിമിനെ മറ്റൊരു തലത്തിലെത്തിക്കേണ്ട കേട്ടോ അദ്ദേഹത്തിൻ്റെ ക്യാമറ. എൻ്റെ അപ്പോന്നു. പിന്നെ ദേവിശ്രീ പ്രസാദിൻ്റെ മ്യൂസിക്, പിന്നെ നമ്മളുടെ ഫഹദ് ഫാസിൽ, അദ്ദേഹത്തിൻ്റെ ഈ ചിത്രത്തിൽ അങ്ങേര് നെക്സ്റ്റ് ലെവലിലാണെന്നുള്ളതിന് ഒരു തർക്കമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാവപകർച്ചകൾ, വേഷമാറ്റങ്ങൾ പല പല ഇതിലൊക്കെയാണ് വരുന്നത്. പിന്നെ കൊറിയൻ അടിയാണ്. ഡോൺലി, നമ്മുടെ കൊറിയൻ ലാലേട്ടൻ ഡോൺലി സിനിമയിൽ വരുന്നത് പറയണ്ടായിരുന്നു, പക്ഷെ അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല കേട്ടോ.
അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞത്. മൈത്രി മൂവി മേക്കേഴ്സ് നമുക്കായി കൊണ്ടുവരുന്നു. അപ്പോൾ ഡിസംബർ 5-ാം തീയതിയാണ് റിലീസ്. കിടു ടീസർ എന്ന് തന്നെ, അല്ല ട്രെയിലർ എന്ന് തന്നെ പറയാം. ഒരു രക്ഷയില്ല, ഗംഭീരം. ഈ ട്രെയിലർ ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട്. എത്ര ഡൗൺ ആയാലും പടം ഞാൻ പറയുന്ന ഒരു ഹിറ്റായിരിക്കും. ഒരിക്കലും നിരാശപ്പെടുത്തുന്നൊരു പടമായിരിക്കില്ല. എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. വെറുപ്പിക്കലുണ്ടാവില്ല, ഒരു വിധത്തിലും എനിക്ക് തോന്നണില്ല. അപ്പോൾ ഇതിൻ്റെ മലയാളം ട്രെയിലറാണ് നമ്മൾ ഇതുവരെ കാത്തിരുന്നിട്ടും കിട്ടാതിരുന്നത്. അപ്പോൾ ഹിന്ദിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹിന്ദി ട്രെയിലർ റിയാക്ഷൻ പുഷ്പ 2 ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ വൈസ് ജയ് ഹിന്ദ്.